പഹൽഗാം ഭീകരാക്രമണ കേസിലെ മുഖ്യ സൂത്രധാരൻ ഷെയ്ഖ് സജാദ് ഗുലിന്റെ കേരള ബന്ധങ്ങൾ തേടി NIA കൊച്ചിയിലും തിരുവനന്തപുരത്തും തങ്ങിയതായാണ് സൂചന. 2000 മുതൽ 2001 കാലഘട്ടത്തിൽ ലാബ് ടെക്നീഷ്യൻ കോഴ്സ് ചെയ്ത കേന്ദ്രം കണ്ടെത്താനും ശ്രമങ്ങൾ നടക്കുകയാണ്. ഇതിനിടെ കൊച്ചിയിലെ തന്ത്രപ്രധാന കേന്ദ്രങ്ങൾക്ക് സുരക്ഷ വർദ്ധിപ്പിച്ചു. ദക്ഷിണ നാവിക കമാൻഡ് ഉൾപ്പെടെ 15 കേന്ദ്രങ്ങൾക്കാണ് സുരക്ഷ. ഭീകരവാദി ഷെയ്ഖ് സജ്ജാദ് ഗുൽ 2000-ൽ തന്റെ 25-ാം വയസ്സിലാണ് കേരളത്തിലെത്തിയത്. ഇവിടെ ലാബ് ടെക്നീഷ്യൻ കോഴ്സ് പൂർത്തിയാക്കിയ സജ്ജാദ് കൊച്ചിയിലും തിരുവനന്തപുരത്തും തങ്ങിയതായാണ് വിവരം. സജ്ജാദിന് ഭീകരപരിശീലനം നൽകി TRF തലവനാക്കിയത് പാക് ചാര സംഘടന ISI ആണ്. സജ്ജാദിന്റെ കേരള ബന്ധങ്ങൾ കണ്ടെത്താനും ഇവിടെ ഭീകരവാദ ഗ്രൂപ്പുകൾക്ക് നേതൃത്വം നൽകിയിരുന്നോ എന്നുമാണ് NIA അന്വേഷിക്കുന്നത്. നിലവിൽ പാകിസ്ഥാനിൽ ലഷ്കർ എ തൊയ്ബയുടെ സംരക്ഷണയിൽ ഒളിവിൽ കഴിയുകയാണ് സജ്ജാദ് ഗുൽ. ഭീകര നേതാവ് സജ്ജാദിന്റെ തലയ്ക്ക് 10 ലക്ഷം രൂപ ഇനാം പ്രഖ്യാപിച്ചിരിക്കുകയാണ് NIA. ഇതിനിടെ കൊച്ചിയിലെ തന്ത്രപ്രധാന കേന്ദ്രങ്ങൾക്ക് സുരക്ഷ വർദ്ധിപ്പിച്ചു. ദക്ഷിണ നാവിക കമാൻഡ് ഉൾപ്പെടെ 15 കേന്ദ്രങ്ങൾക്കാണ് സുരക്ഷ. കൊച്ചി പുറംകടലിലും തുറമുഖത്തും നാവികസേനയുടെ സാന്നിധ്യം വർദ്ധിപ്പിച്ചു. വ്യോമ നിരീക്ഷണവും ശക്തമാക്കിയിട്ടുണ്ട്. കൊച്ചി നാവികത്താവളം, INS ഗരുഡ, INS ദ്രോണാചാര്യ, INHS സഞ്ജീവിനി എന്നിവിടങ്ങളിലും സുരക്ഷ വർദ്ധിപ്പിച്ചു. തുറമുഖത്തോട് ചേർന്നുള്ള ഭാഗങ്ങളിലും സ്പീഡ് ബോട്ടുകളിൽ നിരീക്ഷണമുണ്ട്. വ്യോമമേഖല 24 മണിക്കൂറും റഡാർ നിരീക്ഷണത്തിലാണ്. നെടുമ്പാശ്ശേരി വിമാനത്താവളം, കൊച്ചി തുറമുഖം, കൊച്ചി റിഫൈനറി, ഷിപ്പ്യാർഡ്, LNG ടെർമിനൽ എന്നിവിടങ്ങളിലും കൂടുതൽ സുരക്ഷാ ഉദ്യോഗസ്ഥരെ വിന്യസിച്ചു. ഏറെ വിനോദസഞ്ചാരികൾ എത്തുന്ന കൊച്ചി മട്ടാഞ്ചേരി മേഖലയിലും കനത്ത സുരക്ഷയാണ്. ജനം, കൊച്ചി.